ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwise. പ്രപ്പോയിസിലൂടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. CUET UG 2023 തിരക്കിലായിരിക്കണം എല്ലാവരും. ആവുന്നത്രയും വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പാർട്ടാണ് എലിജിബിലിറ്റി എന്നുള്ളത്. CUET പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ 45ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റികളിലേക്കും, അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം തന്നെ UG പഠനം ഉറപ്പിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കുള്ള ഏക വഴിയായി മാറിയിരിക്കുകയാണ് CUET, എസ്പെഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള CUETയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നു, നിങ്ങൾ വളരെ അടിപൊളി മാർക്ക് വാങ്ങുന്നു, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ? എഴുതിയതുകൊണ്ട് മാത്രവും ലഭിക്കില്ല. നിങ്ങളിപ്പം എല്ലാത്തിലും ഫുൾ മാർക്ക് നേടിയാൽ പോലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാതെ വരും, നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് എഴുതാൻ പറയുന്നത് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നതിനായിട്ട്, ഇപ്പോൾ സോഷ്യോളജിയിലേക്ക് എൻറോൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങളോട് എഴുതാൻ പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണെന്ന് കരുതുക. പക്ഷേ നിങ്ങൾ എഴുതി സോഷ്യോളജിയിലും ഹിസ്റ്ററിയിലും പൊളിറ്റിക്കൽ സയൻസിലും 100% വാങ്ങിയെന്നും കരുതുക. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ അവിടെ ആ ബേസിക് എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല. അത് ഡൊമൈൻസിൻ്റെ എല്ലാം കാര്യത്തിലേക്ക് വരുമ്പോൾ എലിജിബിലിറ്റി. ഇനി ഇതല്ലാതെ മറ്റൊരു എലിജിബിലിറ്റി ഞാൻ പറയാം. നിങ്ങൾ അതും മീറ്റ് ചെയ്തു എന്ന് കരുതുക. അതായത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതി എല്ലാത്തിലും 100% അല്ലെങ്കിൽ 100% നിങ്ങൾ വാങ്ങി എന്ന് വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ? നിങ്ങളുടെ വയസ്സ് ഇപ്പം 30 വയസ്സോ 40 വയസ്സോ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല. കാരണം കുറേ യൂണിവേഴ്സിറ്റികളിലേക്ക് CUETക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇത്ര വയസ്സുള്ളവർ എഴുതാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ കോളേജുകളും യൂണിവേഴ്സിറ്റികളും അതുപോലെ പറയാറുണ്ട്, ഇത്ര വയസ്സ് തൊട്ട് വരെ ഇത്ര വയസ്സ് വരെ ഉള്ളവർ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 22 വയസ്സിന് താഴെയുള്ളവർ എഴുതിയാൽ മതി. അത് കുറേ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 22 വയസ്സിൽ താഴെയുള്ളവർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കാണാറുണ്ട്. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റി അതും പറയാറില്ല. സപ്പോസ് 22 അല്ലെങ്കിൽ 23 വയസ്സുള്ളൊരു വ്യക്തി പറഞ്ഞ പോലെ 100% നേടിയാൽ പോലും എലിജിബിലിറ്റി ഫുൾഫിൽ ആവാത്തത് കൊണ്ട് അവിടെ അഡ്മിഷൻ എന്നുള്ളത് ഒരു പോസിബിലിറ്റി ക്ലോസ് ആവുകയാണ്. അല്ല, അങ്ങനെ അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ നടക്കില്ല. അതുകൊണ്ട് എലിജിബിലിറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ക്രൂഷ്യലാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് കോഴ്സിന് ചിലപ്പോൾ എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. എന്ന് വെച്ച് നിങ്ങൾ ഈ ശ്രമം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ സെക്കൻഡ് പ്രിഫറൻസിൽ വരുന്ന യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യുക. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അവരുടെ എലിജിബിലിറ്റിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്, അവരെടുക്കാൻ പറയുന്ന വിഷയങ്ങളിൽ നല്ല വ്യത്യാസമുണ്ട്. വിച്ച് മീൻസ് ഡൊമൈൻ ടെസ്റ്റ് ആയിട്ട് ഏതൊക്കെ വിഷയങ്ങൾ എടുക്കണം എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. സോ എല്ലാ യൂണിവേഴ്സിറ്റിയും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം. സോ കൂടുതൽ നമുക്ക് ഇതുപോലെ എലിജിബിലിറ്റി വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലത്തെ വിവരങ്ങളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എലിജിബിലിറ്റിയെ പറ്റി ഇവിടെ പറയുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞതിന് അതേപോലെ പറയുകയാണ്. ഏജ് ലിമിറ്റ് എന്നുള്ളത് CUETയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NTയെ സംബന്ധിച്ചൊരു വിഷയമേ ആർക്ക് വേണേലും പരീക്ഷ എഴുതാം. പക്ഷേ യൂണിവേഴ്സിറ്റി പറയുന്ന, ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന, ഓർഗനൈസേഷൻ പറയുന്ന ഏജ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. അപ്പം ഇവിടെ NTAക്കും UGCക്കുമാണ് കുഴപ്പമില്ലാത്തത്. പക്ഷേ ഇതെല്ലാം തന്നെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന എല്ലാം തന്നെ. സോ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചുള്ളൊരു ക്രൈറ്റീരിയയ്ക്ക് അകത്ത് വരുന്ന ഒരാളായിരിക്കണം നിങ്ങളല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര നല്ലപോലെ പെർഫോം ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഒരു സ്കോപ്പും ഉണ്ടാവില്ല. ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇത് ഒരുപാട് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ടത് SCRT, നമ്മുടെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ICSE ഇൻ്റർനാഷണൽ സിലബസ്, CBSE ഇതെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സേഫാണ്. നിങ്ങൾ പഠിക്കുന്നത് അംഗീകാരമുള്ള സ്കൂളിൽ നിന്നാണെന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. ബാക്കി ഈ സിലബസ് ഒക്കെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അഥവാ AIU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. സോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തെലങ്കാനയെല്ലാം ചെല്ലുമ്പം +2 എന്നല്ല പറയുക, ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുക. സോ അവിടെ ഇൻ്റർമീഡിയറ്റ് ആണ് വരിക. ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദി 10+2 സിസ്റ്റം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് റെക്കഗ്നൈസ്ഡ് സെൻട്രൽ സ്റ്റേറ്റ് ബോർഡ് എല്ലാം തന്നെ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ NIOSനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെയല്ല, ബാക്കിലാണെന്ന് തോന്നുന്നു. സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ. അപ്പോൾ NIOS വഴി എടുത്തവർക്കും അതെല്ലാം ലെജിറ്റാണ്, വാലിഡ് ആണ്. സോ ഈ 3 കൂട്ടരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ 3 സിലബസ് പഠിച്ചവരും അതുപോലെ NIOS പഠിച്ചവരും എല്ലാം തന്നെ വൊക്കേഷണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള 3 വർഷയിലും വൊക്കേഷണൽ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരെ സംബന്ധിച്ചും വാലിഡ് ആണ്. 3 വർഷം ഡിപ്ലോമയാണ് കേട്ടോ. ഡിപ്ലോമ 3 വർഷം ചെയ്തവരെ സംബന്ധിച്ച് അത് വാലിഡ് ആണ്, ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ വൊക്കേഷണൽ കോഴ്സ് +2 ചെയ്തവരും ഈ CUET എഴുതാൻ അല്ലെങ്കിൽ +2 എന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇയർ ഓഫ് അപ്പിയറൻസ് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങൾ +2 എപ്പോഴാണ് എഴുതിയത് എന്നുള്ളത് ഒരു ചോദ്യമായി പലപ്പോഴും വരാറുണ്ട്. ഈ ഗ്യാപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ പൊതുവെ എഞ്ചിനീയറിങ്ങിലൊക്കെ കണ്ടുവരാറുണ്ട്. അതിനെപ്പറ്റി ഓരോ യൂണിവേഴ്സിറ്റി എന്ത് പറയുന്നോ അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവിടെ. സോ +2 കഴിഞ്ഞ് ഇത്ര ബ്രേക്ക് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ +2 എഴുതിയ വർഷം അത് വെച്ചിട്ടാണല്ലോ ബ്രേക്ക് കണക്കാക്കുക. അപ്പോൾ എപ്പോഴാണ് +2
നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഗ്യാപ്പ് ഇയർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ യൂണിവേഴ്സിറ്റി പറയുന്നത് അതനുസരിച്ച് മാത്രം നിങ്ങൾ ബാക്കി പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ ഗ്യാപ്പ് ഇയറിൻ്റെ ഒന്നും വിഷയം ഉണ്ടാവേണ്ടതുമല്ല. ഗ്യാപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 22 വയസ്സെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സോ 2023 23 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുമ്പോൾ 2019 അല്ലെങ്കിൽ 18 ഒക്കെ ആയിരിക്കും +2 എഴുതിയിട്ടുണ്ടാവുക. സോ അതൊരു 4 വർഷത്തെ എല്ലാം ഗ്യാപ്പാണ്. അപ്പോൾ ഈ 4 വർഷം 5 വർഷമൊക്കെ ഗ്യാപ്പ് വരുമ്പം ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം ഇത് നടക്കില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ 1-2 വർഷമൊക്കെ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോർമലാണ്, സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. സോ അത് യൂണിവേഴ്സിറ്റി എന്ത് പറയുന്നു അതുപോലെ ഇരിക്കും. യൂഷ്വലി ഇങ്ങനൊരു ഗ്യാപ്പിൻ്റെ വിഷയം CUETയിൽ കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. ആ യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് കൂടെ. കോട്ട സംബന്ധിച്ച് കാറ്റഗറി, റിലാക്സേഷൻ, റിസർവേഷൻ, ക്വാളിഫിക്കേഷൻ, സബ്ജക്ട് കോമ്പിനേഷൻ, പ്രിഫറൻസുകൾ ഇതെല്ലാം തന്നെ അപ്ലിക്കബിൾ ആണ് CUET UGക്ക്. ഇതെല്ലാം തീരുമാനിക്കുന്നത് സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികളുമാണ്. അതായത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ റിസർവേഷൻ പോളിസി ആയിരിക്കണമെന്നില്ല ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ എന്താണോ യൂണിവേഴ്സിറ്റി പറയുന്നത് അതനുസരിച്ചായിരിക്കും CUET UGയിലൂടെ സ്റ്റുഡൻസിനെ എടുക്കുന്നത്. സോ ഇപ്പോൾ OBCക്ക് 27% റിസർവേഷൻ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റിന് എത്ര കറസ്പോണ്ടിങ് ആയിട്ട്, സോ ഇത്ര ഇപ്പോൾ 100 ആളുണ്ടെങ്കിൽ അതിൽ 27 OBCക്കാരെ എടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 50 ആവുമ്പോൾ അതിൻ്റെ എണ്ണം കുറയില്ലേ, ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ പക്ഷേ റിസർവേഷൻ കൊടുത്തു പോകുന്നുണ്ട്. ആ കൊടുത്തു പോകുന്നതെല്ലാം ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആ നമ്പർ ഓഫ് സീറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടേതിലും കയറി നോക്കേണ്ടതുണ്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ മേ ബി യുണീക്ക് ഫോർ എവറി യൂണിവേഴ്സിറ്റി, യുണീക്ക് ഫോർ എവറി യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റിക്കും വളരെ യുണീക്ക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെക്കാം. കാരണം അതിനങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല. യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യപ്പെടാം, അവർക്ക് ആരെ വേണമെന്ന്, അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആരെ വേണമെന്നുള്ള ഡിമാൻഡ് വെക്കാനുള്ള അവകാശം ഇവിടെ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്തിരിക്കുകയാണ്, NTA-യും അതുപോലെ UGCയും. അതുകൊണ്ട് അവരെന്ത് ഡിമാൻഡ് പറയുന്നോ അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് പ്രോഗ്രാംസിലേക്ക് അപ്ലൈ ചെയ്യാൻ. അവരതേ കാര്യം ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, വിച്ച് മീൻസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയുമാണ്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു സാറ്റിസ്ഫൈ ദംസെൽസ് ബിഫോർ അപ്ലൈയിങ് ദാറ്റ് ദേ പൊസസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ലേഡ് ഡൗൺ ബൈ ദ യൂണിവേഴ്സിറ്റി ദേ ആർ അപ്ലൈയിങ് ടു. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാനുള്ള യോഗ്യതയെല്ലാം തന്നെ, അവർ പറയുന്ന യോഗ്യതയെല്ലാം തന്നെ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോവേണ്ടൂ എന്നാണ് പറയുന്നത്. സപ്പോസ് നിങ്ങൾ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും കള്ളം കാണിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫെർദർ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ പൊക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അവിടെ അഡ്മിഷൻ ക്യാൻസൽ ആവുക, പലവിധ പ്രശ്നങ്ങളാണ്. സോ ഒരു യൂണിവേഴ്സിറ്റി കിട്ടിയില്ല, ഞാൻ പറഞ്ഞല്ലോ മറ്റനേകം യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. സോ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്രൈറ്റീരിയയിലേക്ക് പോകാം, അത്ര, അല്ലെങ്കിൽ അടുത്ത യൂണിവേഴ്സിറ്റിയുടെ അടുത്ത കോഴ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ക്രൈറ്റീരിയയിലേക്കൊക്കെ തന്നെ നമുക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി ഇവിടെ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യം, ഇതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെയും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. നല്ല സ്കോർ ലഭിച്ചാലും ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് ഒരു സീറ്റ് ലഭിക്കുകയുള്ളൂ. ഇനി ആഗ്രഹിക്കാത്ത കോഴ്സാണെങ്കിൽ പോലെയും എലിജിബിലിറ്റി നിങ്ങൾ ഫുൾഫിൽ ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് ആ സീറ്റ് ലഭിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എലിജിബിലിറ്റി വളരെ ക്രൂഷ്യലാണെന്ന് പറയട്ടെ. സോ എലിജിബിലിറ്റി എല്ലാം ഓരോ കോഴ്സിനും ഓരോ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് കയറി നോക്കുമ്പോൾ എല്ലാം തന്നെ ഉറപ്പിക്കുക, ഇതെനിക്ക് പറ്റുന്ന കോഴ്സാണ്. അങ്ങനെ പറ്റുന്ന കോഴ്സുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യുക. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിടത്ത് തന്നെ സ്റ്റക്കപ്പായിട്ട് അതെങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറം, കാരണം അത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. അവരിനി അവരുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ നമ്മുടെ പ്രപ്പോസലിലൂടെ അറിയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവേ കറക്ഷനൊക്കെ ടൈം വരുന്നതൊക്കെ സ്വാഭാവികമാണ്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ എലിജിബിലിറ്റി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഇതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതെല്ലാം ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. സോ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടിനും പ്രപ്പോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊരു ഡൗട്ടും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ വിളിച്ചു ചോദിക്കാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഇതുപോലെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സസും നോട്ട്സും അതുപോലെ മെൻറ്ററിങ്ങും എല്ലാമായിട്ട് പ്രപ്പോയ്സ് കൂടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതുപോലെ സെഷൻസ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് മറ്റൊരു CUET UG അപ്ഡേറ്റുമായിട്ടെല്ലാം തന്നെ നമുക്ക് വീണ്ടും കാണാം.